ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വളരെ നാടനായ റെസിപ്പിയാണ്. നമ്മുടെ ഇടിച്ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇടിച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഇടിച്ചക്ക ചെറിയ പീസുകളാക്കിയതുണ്ട്, ഉള്ളിയുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിക്ക് പകരം സവോള ചേർക്കാമോ എന്നൊരു ചോദ്യം വരാം. അത് പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരമല്ലേ വരിക, അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഇടിച്ചക്ക നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്ത് വൃത്തിയാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ 1-2 വർഷം മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇടിച്ചക്ക കുക്കറിലേക്ക് മാറ്റാം. നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക എപ്പോഴും കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കളറ് മാറി ഡാർക്ക് കളറായിപ്പോവും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളം എടുത്ത് അടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഈ ചക്കയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇത് 3 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ 3 വിസിൽ വരുന്നത് വരെ ചക്ക കുക്കായി വരട്ടെ. ഈ സമയത്ത് നമ്മൾ ഉള്ളി ഒന്ന് ചതച്ച് വെക്കണം. ഉള്ളി ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി ചതച്ചും വയ്ക്കാം, ചക്ക കുക്കായും വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ കറക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചൂട് മാറിയിട്ട് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പക്ഷെ അതിലും ടേസ്റ്റ് നമ്മളൊരു സ്പൂണോ ഒരു സ്പാറ്റിലോ ഒരു കയ്യിലോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുമ്പോഴാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു മെഴുക്കുവരട്ടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വല്ലാതെ ഉടഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ ഞാൻ. നന്നായിട്ട് ഉടയണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നാൽ മതി. ഭയങ്കരമായിട്ട് അങ്ങോട്ട് നമ്മൾ തോരനും അല്ലെങ്കിൽ കട്ട്ലറ്റിനും ഒക്കെ ഉടയ്ക്കുന്ന പോലെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുക്കട്ടെ. ചെറിയൊരളവിൽ വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. നമ്മുടെ മസാലകൾ നമുക്ക് ഈ ഒരു ചക്കയിലേക്ക് പിടിക്കാൻ നല്ലതാണ് ആ ഒരു ചെറിയ അളവിലുള്ള വെള്ളം. അപ്പോൾ ഇത് ഉടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഉള്ളിയൊക്കെ ചതച്ചത് റെഡിയാക്കി എടുത്ത് വയ്ക്കുക. ഇനി ഇത് ഉടച്ച് തീർന്നിട്ട് അടുത്ത കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടില്ല, ചെറിയ പീസുകൾ കിട്ടുന്ന രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു മെഴുക്കുവരട്ടി ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1-1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. കടുക് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുകയുള്ളൂ കടുക് കൂടിയാലും. മെഴുക്കുവരട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ച് കടുകൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചക്കയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉള്ളി ഒഴിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതൊന്ന് നമ്മൾ ചക്ക ചട്ടിയിലേക്ക് ഇടുന്നതിന് മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി കഴിയാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വറ്റൽമുളക് വെറുതെ 2-ആയിട്ടോ 3-ആയിട്ടോ ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ വറ്റൽമുളക് ചതച്ചത് ചേർക്കുന്നതുകൊണ്ട് ഇനി മുളക് ഇടുന്നില്ല. അപ്പോൾ ചക്കയുടെ ഉപ്പ് ചെക്ക് ചെയ്തു. ചക്കയ്ക്ക് ഉപ്പ് പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളി എടുക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ഉള്ളി എടുത്തോളൂ, അത്രയും ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളല്ലേ, എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മെഴുക്കുവരട്ടിയാണ്. നമ്മളൊന്ന് ചക്ക കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊന്ന് ഉടച്ചെടുക്കുന്ന ആ ഒരു 1 മിനിറ്റ് ടൈം അത്രയൊക്കെ പോവുള്ളൂ. നമ്മുടെ കുക്കറിൽ ചക്ക വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ
ഇടിച്ചക്ക റെസിപ്പീസ് നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടിച്ചക്ക കട്ട്ലറ്റ്, ഇടിച്ചക്ക തോരൻ, ഇടിച്ചക്ക കറി, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഇടിച്ചക്ക ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മെഴുക്കുരുട്ടിയാണ് ചെയ്യാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇടിച്ചക്ക മെഴുക്കുരുട്ടിയുടെ റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇടിച്ചക്ക റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് ഇടിച്ചക്ക തോരനാണെങ്കിൽ തോരൻ, അല്ലെങ്കിൽ കട്ട്ലറ്റ് ആണെങ്കിൽ കട്ട്ലറ്റ്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിച്ചക്ക റെസിപ്പീസ് കിട്ടും കേട്ടോ. അതിന് ഞാൻ പ്രത്യേകമായിട്ട് പ്ലേലിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ പറയുന്നത്. അപ്പം എല്ലായിടത്തും ഇടിച്ചക്ക കിട്ടുന്ന സീസൺ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ മുളക് പൊടി ചേർക്കരുത്. കുറച്ചുകൂടി ഉള്ളിയുടെ കളറ് മാറിയിട്ട് ചേർക്കുക. നമ്മൾ ചതച്ച മുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സിന് കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്, മുളക് പൊടിക്ക് അത്രയും കുക്കിംഗ് ടൈം ഇല്ല ചില്ലി ഫ്ലേക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത്. ഒരുപാട് എരിവൊന്നും വേണ്ട, ചെറിയൊരു എരിവ് മതി. കുറേ എരിവായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാനൊരു 1.25 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല എരിവുണ്ടാവും. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എരിവുണ്ടാവും. വീട്ടിൽ തന്നെ ഒരു 6-7 വറ്റൽമുളകൊന്ന് എടുത്ത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിങ്ങും കൂടി റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചക്ക ഉടച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കഴിഞ്ഞു നമ്മുടെ മെഴുക്കുരുട്ടിയുടെ പരിപാടി. ഒന്ന് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒരുപാട് ഡ്രൈ ആവാനൊന്നുമില്ല, എന്ന് വെച്ചാൽ വല്ലാതെ കുഴഞ്ഞൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത് കേട്ടോ. പിന്നെ കമൻസൊക്കെ എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുക, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.